അപ്പോൾ ഇതാണ് കേട്ടോ അച്ഛനൊക്കെ പാട്ടത്തിന് കൃഷി ചെയ്യുന്ന വാഴക്കൃഷി. നമസ്കാരം, സൗമ്യയാണ്. ലൈഫ് ഓഫ് സൗമ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് നാട്ടിൽ നിന്നാണ് കേട്ടോ. എൻ്റെ മുഖം കുറച്ചൊക്കെ ഒരു നീര് വെച്ച പോലെ ഉണ്ടല്ലേ, തടി കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നാട്ടിലെത്തിയിട്ട് ഏകദേശം ഒരാഴ്ച ആവാറായി കേട്ടോ. അപ്പോൾ അരുണേട്ടൻ്റെ വീട്ടിലാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷമുള്ള ഓരോ ദിവസത്തെയും വ്ലോഗ് എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ അരുണേട്ടൻ്റെ ഫാമിലിയിലൊരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ വ്ലോഗ് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും ഇപ്പോൾ എത്ര ദിവസമായില്ലേ, അപ്പോൾ നമുക്ക് ഇന്നൊരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ വിഷു ഒക്കെ വരാൻ പോവുകയാണ്. ഇവിടെ ഇപ്പോൾ വിഷു ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വിഷു എന്തായാലും എൻ്റെ വീട്ടിലായിരിക്കും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങളെ വീടിൻ്റെ പരിസരവും പച്ചക്കറിയും ഒക്കെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. നമ്മുടെ മലാവിയിൽ പച്ചക്കറി ഉള്ള പോലെ തന്നെ ഇവിടെയുണ്ട്. അതായത് നമ്മളവിടുത്തെ അത്ര പച്ചക്കറി ഇല്ല, പക്ഷേ അച്ഛനൊക്കെ ഇവിടെ പാട്ടത്തിന് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. വാഴ, കപ്പ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അച്ഛനൊക്കെ പാട്ടത്തിന് കൃഷി ചെയ്യുന്ന വാഴക്കൃഷി, കപ്പ കൃഷി. അച്ഛനും വേറെ ചേട്ടനുണ്ട്. വാഴയൊക്കെ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ, കുലയ്ക്കാനൊന്നും ആയിട്ടില്ല കേട്ടോ. കപ്പ പിന്നെ ഏകദേശം പറിക്കാനായി, ഒരു 10-15 ദിവസമൊക്കെ കഴിഞ്ഞാൽ കപ്പ പറിക്കാനായി എന്നാണ് അച്ഛൻ പറഞ്ഞത്. കണ്ടില്ലേ, അങ്ങ് ദൂരെ ഉണ്ടോ കപ്പ. ഇനി കപ്പ ഹാർവെസ്റ്റ് ചെയ്യുന്ന ദിവസം നമുക്ക് കാണാം കേട്ടോ എത്രത്തോളം കപ്പ കിട്ടുന്നുണ്ടെന്നുള്ളത്. നമ്മുടെ അവിടെ മലാവിയിലൊക്കെ കപ്പ പറിക്കാൻ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വ്ലോഗിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, കപ്പേൻ്റെ മണ്ണിൽ കൂടെ ഇങ്ങനെ വിണ്ടീറിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനടുത്ത് നമ്മുടെ കപ്പ ഏകദേശം ആയി എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കൃഷി. നാട്ടിൽ വന്ന് ഇങ്ങനെ എന്താ പറയുക നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. നമ്മളെ നാടാണല്ലോ. ഇവിടെയും കുറച്ച് കപ്പ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ സമയവും എന്താ പറയുക നല്ല വെയിലാണ് ഈ ഒരു സമയത്ത്. അത് രാവിലെ ഒരു 6:45-7 മണി മുതൽ ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. നമ്മളവിടുത്തെ പോലെയല്ല, മലാവിയിൽ നല്ല കട്ട വെയിലുണ്ടെങ്കിലും വലിയ ചൂടില്ല കേട്ടോ. പക്ഷേ ഇവിടെ വെയിലും ഉണ്ട്, അതേപോലെ തന്നെ നല്ല ചൂടുമാണ്. അതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ഇന്നിപ്പോൾ നല്ല എന്താ പറയുക നല്ലൊരു കാലാവസ്ഥയായിട്ട് രാവിലെ. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം ഇവിടെ ചെറിയൊരു മഴ ചാറലുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് തോന്നുന്നത് ഇന്ന് വലിയൊരു വെയിൽ കാണില്ല, ചെറുതായിട്ടൊരു മൂടിക്കെട്ടിയാണ് നിൽക്കണത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ മതി. എന്താ വെച്ചാൽ ഭയങ്കര വെയിലാണ്. നമുക്ക് ഞാൻ മലാവിൽ നിന്ന് വന്നതുകൊണ്ടാണെന്നറിയില്ല, നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുമല്ലോ. ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഭയങ്കര ചൂട്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത. പിന്നെ ഇപ്പോൾ ഈ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അഡ്ജസ്റ്റ് ആയി വരുന്നുണ്ട് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമല്ല, എന്നാലും അഡ്ജസ്റ്റ് ആയി വരുന്നുണ്ട് ചൂടൊക്കെ. പിന്നെ അങ്ങനെ പതിയെ ക്ലൈമറ്റിനോട് നമ്മൾ അങ്ങോട്ട് അഡാപ്റ്റ് ആവും. അപ്പോൾ എന്തായാലും നമ്മുടെ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെയുണ്ടോ. പിന്നെ ഇവിടെ നല്ല ചക്കയും മാങ്ങയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരും ഇവിടെ ഉള്ളവരല്ലേ. മാങ്ങയൊക്കെ വലുതായി തുടങ്ങി. പഴുത്തിട്ടില്ല, ഒന്നും പച്ച മാങ്ങ തന്നെയാണ്. അതേപോലെ ചക്കയൊക്കെ കഴിച്ചു ഇവിടെ വന്നിട്ട്. മലാവി ചെന്നാൽ ഞങ്ങൾക്ക് ചക്കയൊന്നും കിട്ടില്ല, മാങ്ങ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. നല്ല വെറൈറ്റി മാങ്ങ കിട്ടും. പക്ഷെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ചക്ക അത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സിറ്റിയിലൊക്കെ നമ്മൾ ചക്കയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും മൂക്കാത്ത ചക്കയാണ്. എന്താ വെച്ചാൽ ചെറിയ ചക്കകൾ പറിച്ചുകൊണ്ട് വന്നിട്ട് ഇവർ വിൽക്കാൻ വെക്കും. അതിനൊക്കെ നല്ല വിലയും പറയട്ടോ. ഒരു 20,000 മലാവി കോച്ച് അങ്ങനെയൊക്കെയാണ് പറയുക. പക്ഷേ അതൊന്നും മൂത്തിട്ടുണ്ടാവില്ല. നമ്മൾ പഴുക്കാൻ വെക്കാമെന്ന് വിചാരിച്ചാലും അത് ചീഞ്ഞ് പോകുന്നതല്ലാതെ നമുക്ക് കിട്ടില്ല. അതേപോലെ പച്ചയ്ക്ക് നമുക്കത് വേവിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാൽ ചക്കേൻ്റെ ചുളയ്ക്ക് മൂപ്പും ഉണ്ടാവില്ല. എന്നാൽ തോരനാക്കാമെന്ന് വിചാരിച്ചാലോ അതിൻ്റെ ഒരു പ്രായം കഴിഞ്ഞിട്ടും ഉണ്ടാകും. അങ്ങനെയാണ് മലാവിയിൽ ചക്ക കിട്ടുക. ഞാൻ ഇത്രയും മലാവിയിൽ നിന്ന് ചക്ക കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് കുറച്ച് പച്ചച്ചക്കയൊക്കെ എടുത്ത് ഫ്രീസ് ചെയ്ത് വെക്കണം. അരുണേട്ടന് ഏതായാലും കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഇങ്ങോട്ട് വരുമല്ലോ. അപ്പോൾ അരുണേട്ടനും കൊടുക്കുക കുറച്ച് പച്ചച്ചക്കയും പഴുത്ത ചക്കയൊക്കെ എടുത്ത് ഫ്രീസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വേനൽക്കാലം ആയതുകൊണ്ട് ഒക്കെ പോയി. ആകെ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടെ അത്യാവശ്യം ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ചെടിയൊന്നും ഇല്ല കേട്ടോ.
നല്ല വെയിലല്ലേ, എങ്ങനെയാണ് ഈ ചെടിയൊക്കെ പിടിച്ച് നിൽക്കണത് തന്നെ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എത്ര ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മൈക്കില്ല, മൈക്കൊക്കെ ഞാൻ അവിടെ വെച്ച് പോന്നു. നാട്ടിൽ വന്നാൽ എനിക്ക് മൈക്ക് വാങ്ങാമല്ലോ, ഒരെണ്ണേട്ടന് അവിടെ മൈക്ക് വാങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ മൈക്ക് വാങ്ങണം, അതേപോലെ ഒരു സ്റ്റാൻഡ് വാങ്ങണം, നമുക്ക് കുറച്ചും കൂടി വൈഡായിട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ചെറിയ സൗണ്ടിൻ്റെ പോരായ്മകളൊക്കെ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇങ്ങനെ നാട്ടിൽ വന്നിട്ട് ഒരു മോർണിംഗ് വ്ളോഗൊക്കെ എടുക്കുന്നത് ആദ്യമായിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴാണെങ്കിൽ മോർണിംഗ് വ്ളോഗ് അല്ല, ഒരു ഡേ വ്ളോഗായിരുന്നു എടുത്തിട്ടുണ്ടായത്. അതായത് എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള വ്ളോഗ്സൊക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ നാട്ടിൽ നിന്ന് പതിയെ വ്ളോഗ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ സ്കാനിങ്ങിന് പോയി നാട്ടിൽ വന്നപ്പോൾ. ഇവിടെ വന്ന ഡോക്ടേഴ്സിനൊക്കെ കണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് വീട്ടിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് ഇഡ്ഡലിയാണേ. ഇവിടെ അമ്മ ഇല്ല കേട്ടോ, ഞാൻ പറഞ്ഞൊരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ആ വീട്ടിലാണ്. അപ്പോൾ അമ്മ ഇന്ന് വരുമായിരിക്കും. അപ്പം ഞങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള പരിപാടികളും പണികളൊക്കെ. അപ്പോൾ അച്ഛമ്മ അവിടെ ഉള്ളിലിരിക്കുന്നുണ്ട്. ഞങ്ങൾ കർട്ടനൊക്കെ കെട്ടിച്ചേക്കാട്ടോ, ഈ വെയിലും ചൂടായിട്ട് കാറ്റ് കയറാൻ വേണ്ടിയിട്ട്. വീടിൻ്റെയൊക്കെ ഒരു ഹോം ടൂർ ഫുള്ളായിട്ടുള്ളതൊക്കെ പിന്നെ കാണിക്കണ്ട കേട്ടോ. ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസാണ് ഇതെല്ലാം. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ മിന്നൊക്കെ അടുക്കളയിൽ പണിയിലാണ് കേട്ടോ. അമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കൂടിയാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഇഡ്ഡലി റെഡിയാക്കിയിട്ടുണ്ട്, പിന്നെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ ഇഡ്ഡലിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ചൊക്കെ സഹായിച്ചു കൊടുത്തിട്ട് പിന്നെ ഞാൻ റൂമിൽ പോയിട്ട് നമുക്ക് കൊറിയർ കുറേ അയക്കാണ്ടായിരുന്നേ. നമ്മളൊരു കട്ടിംഗ് ബോർഡും അപ്രോണിൻ്റെയും കോംബോ പീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് അത്യാവശ്യം ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അയക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിൻ്റെയും ബോക്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ അഡ്രസ്സൊക്കെ ആക്കിയിട്ട് നമ്മുടെ കട്ടിംഗ് ബോർഡും ഇതൊക്കെ വെച്ചിട്ട് അയക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അത് വിചാരിച്ചങ്ങനെ നിന്നപ്പോഴാണ് പുറത്ത് ഒരു തെങ്ങിന്മേൽ ഒരുപാട് കിളികൾ ഇരിക്കുന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ സൂം ചെയ്തപ്പോഴത്തേക്ക് ഈ കിളികളൊക്കെ പാറിപ്പോയി. 1-2 കിളികളൊക്കെ അതിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തെങ്ങുമ്മലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിളികളൊക്കെ കാണാൻ പറ്റും. മലാവിത്തെ വീട്ടിലായിരുന്നപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ റൂഫിൻ്റെ സൈഡിൽ ഷീറ്റാണല്ലോ, അപ്പോൾ ഷീറ്റിൻ്റെ മരം വെച്ചിട്ടുള്ള മേൽക്കൂര ആയതുകൊണ്ട് അതിൻ്റെ സൈഡിലൊക്കെ കിളികൾ വന്നിരിക്കുക. ഒരുപാട് കിളികളുണ്ടാവും കേട്ടോ. രാവിലെയൊക്കെ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കിളികളുടെ സൗണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ആ തെങ്ങൊന്ന് സൂം ചെയ്ത് നോക്കിയതാണ്. അവിടെ ഒരു കിളി ഇപ്പം ഇരിക്കുന്നുണ്ട് കേട്ടോ, ബാക്കിയുള്ളവരെല്ലാവരും പറന്നുപോയി. അപ്പോൾ എന്തായാലും ഇനി ചായ കുടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും ഞങ്ങളുടെ സാമ്പാറൊക്കെ പാടെ കൂട്ടി കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ മാത്രമല്ല അച്ചമ്മയുണ്ട് കേട്ടോ അവിടെ. അച്ചമ്മ ചായ കുടിക്കില്ല, അച്ചമ്മ എന്നോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചമ്മ രാവിലെ ചായ കുടിക്കും കേട്ടോ, നല്ല രാവിലെ തന്നെ. അച്ചമ്മയ്ക്ക് അങ്ങനെ കറി വേണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇഡ്ഡലിയും പഞ്ചസാര അങ്ങനെയൊക്കെയാണ് അച്ചമ്മേൻ്റെ ഒരു പതിവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കട്ടൻ ചായയാണ് കേട്ടോ കുടിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പാൽ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പാലും ഇഷ്ടമാണ്. പക്ഷേ കുടിച്ചാൽ അപ്പം കഫക്കെട്ട് വരുന്നതുകൊണ്ട് തന്നെ ആ സാധനം കുടിക്കാറില്ല കേട്ടോ. കുടിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്, എന്തായാലും ചെയ്യുക. ചിലർക്കെങ്കിലും ഉണ്ടാവും ഇങ്ങനത്തെ ഒരവസ്ഥ, പാലും പാൽ ചായയും ഒക്കെ നല്ല ഇഷ്ടമായിരിക്കും പക്ഷെ കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ പോകുന്നത് പുറത്ത് പോവുകയാണ്. ഞാൻ നേരത്തെ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് വെച്ചില്ലെന്ന്, അത് കൊറിയറിൻ്റെ ബോക്സ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇൻസുലേഷൻ ടേപ്പ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇൻസുലേഷൻ ടേപ്പും വാങ്ങണം. അച്ചമ്മയ്ക്ക് വിഷുവായിട്ടൊരു വിഷുക്കോടി എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം വയസ്സായ ആൾക്കാരല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അമ്മേൻ്റെ റിലേറ്റീവ് മരിച്ചതുകൊണ്ട് നമുക്ക് അങ്ങനെ വിഷുവൊന്നുമില്ല. പക്ഷെ അച്ചമ്മ പ്രായമായതുകൊണ്ട് പ്രായമായ ആൾക്കാർ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അത് ഞാൻ മിന്നുവിനെയും കൂട്ടിയിട്ട് ഇവിടെ ഷോപ്പിൽ വന്നേക്കാണ്. മിന്നുവിനും മടിയാട്ടോ കുറേയൊക്കെ ക്യാമറേന് മുന്നിൽ വരുമ്പോൾ. പിന്നെ എനിക്കാണെങ്കിൽ നാട്ടിൽ ചെന്നിട്ട് വ്ളോഗ് എടുക്കുമ്പോൾ ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ, അത്ര ശീലമല്ലാത്തതുകൊണ്ട്. മലാവിയിലാകുമ്പോൾ നമുക്ക് നമ്മുടെ ലോകമാണല്ലോ എല്ലാത്തിനും. അപ്പോൾ അതേ ഒരു സെറ്റും മുണ്ടൊക്കെ എടുത്ത് ഇൻസുലേഷൻ ടേപ്പും കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ച് ഞങ്ങൾ ഓട്ടോയ്ക്ക് തിരിച്ച് വരികയാണ് കേട്ടോ. ഇത് ഞങ്ങളെ വീട്ടിലേക്ക് തിരിയണതിൻ്റെ ആ സൈഡിലുള്ള ഒരു കവുങ്ങുന്തോട്ടമാണ്. നല്ല പച്ചപ്പാർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ വേനലാണെന്നുണ്ടെങ്കിലും. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. മെയിൻ റോട്ടിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പോയാൽ മതി നമ്മുടെ വീട്ടിലേക്ക് എത്താൻ. ഏട്ടൻ്റെ വീട്ടിലേക്ക് പോണ വഴിക്കുള്ള റോഡൊക്കെ കുണ്ടും കുഴിയൊക്കെയാണ് കേട്ടോ. ആ റോഡൊക്കെ ആകെ കേടായി കിടക്കുകയാണ്. അപ്പോൾ ഓട്ടോ ചേട്ടനോട് ഞാൻ പറഞ്ഞത് പതുക്കെ പോവാന്നുള്ളത്. പിന്നെ അവിടെ വന്നപ്പോഴത്തേക്കിനും
നമുക്ക് 2-4 കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ. ഇതൊക്കെ നിത ചേച്ചി അയച്ചതാണ് കേട്ടോ. നിത ചേച്ചി ആരാണെന്ന് വെച്ചാൽ നമ്മുടെ മലാവി ഡയറി യൂട്യൂബ് ചാനൽ കണ്ട് നമ്മുടെ കൂടെ കൂടിയൊരു ചേച്ചിയാണ്. കൂടിയൊരു ചേച്ചി എന്ന് പറയാൻ പറ്റില്ല, ഇപ്പം ഞങ്ങളുടെ സ്വന്തം ചേച്ചി പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിത ചേച്ചി എനിക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ വെറുതെ ഇരിക്കാതെ മൈൻഡ് നെഗറ്റീവ് അടിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഓരോ കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിത ചേച്ചി എനിക്ക് അയച്ചെന്ന കുറച്ച് ഗിഫ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഓരോരോ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനും അങ്ങനത്തെ കളികളൊക്കെ കളിക്കാനുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു കുഴിയിൽ കല്ലിട്ടുള്ള കളിയൊന്നും അറിയില്ല. പക്ഷെ അതൊക്കെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഒന്ന് ചെയ്തൊക്കെ നോക്കാമെന്ന് ഞാനും വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊറിയർ വന്നപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എന്താ സംഭവം എന്നൊക്കെ നോക്കിയെന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും നിത ചേച്ചിക്ക് ഒരുപാട് താങ്ക് യു. നിത ചേച്ചി ഒരുപാട് ഗിഫ്റ്റുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസം ഇങ്ങനെ കൊറിയറുകാർ വരുമ്പോഴാണ് ഞാൻ അറിയണത് തന്നെ. കാരണം നിത ചേച്ചി നമ്മുടെ വീട്ടിൽ വരികയൊക്കെ ചെയ്തുകൊണ്ട് ചേച്ചിക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഞങ്ങളോട് ചോദിക്കാതെ തന്നെയാണ് ഇതൊക്കെ അയച്ചുകൊണ്ട് ഇരുന്നത് കേട്ടോ. പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. ഇതിലുള്ള ഈ കല്ലുകളെല്ലാം നാച്ചുറൽ സ്റ്റോൺസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിങ് വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം. കാരണം അതും കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി നമുക്ക് നല്ലൊരു അൺബോക്സിങ് വ്ലോഗ് ചെയ്യാം. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. കാരണം നമുക്കൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും ഇത് എന്താ സാധനം, എങ്ങനെ കളിക്കും, എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം അതെ, ഞങ്ങൾ പുറത്ത് പോയി വന്നപ്പോഴത്തേക്കിനും കൊറിയറൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു അൺബോക്സിങ് ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇൻസുലേഷൻ ടേപ്പ് കഴിഞ്ഞത് വാങ്ങാൻ പോയതാണ്. അപ്പോൾ അതൊക്കെ വാങ്ങി വന്ന് ബോക്സൊക്കെ സെറ്റാക്കി. നമ്മുടെ കട്ടിംഗ് ബോർഡാണിത്. പ്യുവർ നിലമ്പൂർ തേക്കാണ്. നിലമ്പൂർ തേക്കിൻ്റെ കാതലിലെടുത്തിട്ടുള്ള കാതലിലുണ്ടാക്കിയെടുത്തിട്ടുള്ള കട്ടിംഗ് ബോർഡാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ അപ്രോണാണ്. നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുമ്പോൾ കൈയൊക്കെ തുടയ്ക്കാനും ഈ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ മേത്തേക്ക് തെറിക്കാതിരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന എപ്രോൺ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാതിരിക്കാം. അപ്പോൾ അതാണിത്. അപ്പോൾ കുറേയൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. ഇനി ബാക്കിയൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കിട്ടിയപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിന്നപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ പോലെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ നാട്ടിൽ വന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ക്ലൈമറ്റ് പെട്ടെന്ന് അങ്ങ് ചേഞ്ച് ആയതുകൊണ്ടേ നമ്മളവിടെ വെയിലുണ്ടെങ്കിലും നമുക്കങ്ങനെ ചൂട് വരത്തില്ല. പിന്നെ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ചൂടിൻ്റെ സമയമാണല്ലോ. അപ്പോൾ ഇതിലൊരു എന്താ പറയുക, ഒരു കുളിരായിട്ട് പെയ്തിറങ്ങിയിട്ടുള്ളൊരു മഴത്തുള്ളിയാണ്. വലിയ മഴയൊന്നും പെയ്തില്ല, ചെറിയൊരു ചാറലേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വണ്ടീൻ്റെ മുകളിൽ കൂടെ മഴ പെയ്യണതൊക്കെ കാണാനൊരു രസമുണ്ട്. അപ്പോൾ ചുമ്മാ അങ്ങനെ ഇരുന്നപ്പോൾ അതൊക്കെ വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അതൊക്കെ നമ്മുടെ മെമ്മറീസാണ്. പിന്നീട് നമുക്ക് കാണാൻ കുറേ വർഷം കഴിയുമ്പോൾ ഇപ്പം ഞങ്ങൾ ആദ്യമൊക്കെ ഇട്ട വീഡിയോസൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ഞങ്ങൾക്കതൊരു മെമ്മറിയാണ്. നമ്മളെങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ ചുറ്റുപാടുകളെങ്ങനെ, ആ കാര്യങ്ങളൊക്കെ വീണ്ടും നമുക്കൊരു വിഷ്വലൈസ് ചെയ്ത് കാണാൻ പറ്റുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഒരു മെമ്മറിയാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ചൂടത്ത് ചെറിയൊരു ചാറ്റൽ മഴ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും മഴ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് കുറച്ചായിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ടുണ്ട്. ഞാൻ വന്ന സമയത്ത് എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മഴ പെയ്തോയെന്ന് ആരും കമൻറ്റിൽ ചോദിക്കില്ല കേട്ടോ. ഇപ്പം ഞങ്ങളവിടെ മഴയൊന്നും പെയ്തിട്ടില്ല. ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊന്നും മഴ പെയ്തിട്ടില്ല കേട്ടോ. അത് മഴ പെയ്ത സമയത്ത് എടുത്ത് വെച്ചതാണ്. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ ഈ ബാഗും ബുക്കും ഒക്കെ പിടിച്ചിറങ്ങുന്നത് എങ്ങോട്ടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ്. ഇത്രയും ദിവസം മരുന്നേട്ടൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ വന്നിട്ട് ഇതുവരെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിൽ ഒരാഴ്ച പോയി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുവാണ്. അച്ഛനും അപ്പുറത്തെ വീട്ടിലെ ലാലാജി ചേട്ടനും കൂടെ ആട്ടോ കൊണ്ടുവിടുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയാണ് പോകുന്നത്. എൻ്റെ വീട്ടിലേക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല, ഒരു 20 മിനിറ്റിൻ്റെയൊക്കെ ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എത്താൻ പറ്റും. റോഡൊക്കെ നല്ല അടിപൊളി റോഡായതുകൊണ്ട് പെട്ടെന്ന് നല്ല സ്മൂത്തായിട്ട് വീട്ടിലെത്താൻ പറ്റും കേട്ടോ. പിന്നെ എൻ്റെ വീടെന്ന് പറയുന്നതാണ് ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റോപ്പിലുള്ളത്. അതായത് മുണ്ടേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ എല്ലാവരും ഇപ്പം നമ്മുടെ അരുണേട്ടൻ്റെ വീടാണെങ്കിലും ബാക്കി റിലേറ്റീവ്സിൻ്റെ വീടൊക്കെ ആണെങ്കിലും എൻ്റെ വീടെത്തിയിട്ട് എൻ്റെ മുന്നെയാണ്. അപ്പോൾ എൻ്റെ വീടാണ് ഏറ്റവും ലാസ്റ്റ് ഉള്ളത് കേട്ടോ. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു വ്ളോഗ് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് പോത്തുകല്ല് എന്ന് പറയുന്ന സിറ്റി ഉണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകണ ചെറിയ ചെറിയ വഴികളും, അതായത് ചെറിയ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടൊക്കെ കാണിച്ചു തരാം. അതായത് ഒരു സൈഡ് മൊത്തം ഫോറസ്റ്റാണ്, മറ്റേ സൈഡ് എന്ന് പറയുന്നത് ജനവാസ സ്ഥലം തന്നെയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പുഴയുണ്ട് കേട്ടോ. കണ്ടില്ല, അവിടെ കണ്ടില്ലേ പുഴ. ഇതിൽ പണ്ട് വെള്ളപ്പൊക്കമൊക്കെ വന്ന സ്ഥലമാണ്.
പണ്ടല്ല കഴിഞ്ഞ വർഷം ഒക്കെ നമ്മുടെ ചൂരൽമഴയും മുണ്ടക്കയൊക്കെ ദുരന്തം ഉണ്ടായല്ലോ. ആ സമയത്ത് വെള്ളമൊക്കെ ഈ പുഴയിൽ കൂടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഞങ്ങളിവിടെ ഞങ്ങൾ മലാവിയിലായിരുന്നു കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് കുറേ മുളേൻ്റെ കാടുകളും ഒക്കെ ഉണ്ട്. ഒരു പ്രകൃതി ശാന്ത സുന്ദരമായിട്ടുള്ള ഒരു ചെറിയൊരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ മുണ്ടേരി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം എന്നുള്ളതിലുപരി ഒരു നൊസ്റ്റുമാണ്. എന്നുവെച്ചാൽ ഇതൊക്കെ വീണ്ടും വീണ്ടും കാണുമ്പോഴേ നമ്മൾ മലാവിയിൽ ഇതൊന്നും ഇങ്ങനെ നമുക്ക് അതായത് മലാവി എന്നല്ല എവിടെ പോയാലും പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്കിതൊക്കെ ഭയങ്കര എന്തൊക്കെയോ പോലെയാണ് കേട്ടോ നമ്മളെ നാട്ടിലേക്ക് എത്തുമ്പോൾ. അത് ശരിക്കും പറഞ്ഞാൽ ചിലർക്ക് അത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റുമായിരിക്കും എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്നുള്ളത്. ഇത് കണ്ടോ, ഇതൊക്കെ വീട്ടിലേക്ക് പോണ വഴിയാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡ് മൊത്തം കാടും ലെഫ്റ്റ് സൈഡ് പുഴയാണ് കേട്ടോ. ചാലിയാർ എന്ന് പറഞ്ഞ പുഴയാണ്. ഇപ്പോൾ പുഴയിലധികം വെള്ളമൊന്നുമില്ല, കാരണം നല്ല വേനലാണല്ലോ. മഴക്കാലത്ത് കര കവിഞ്ഞൊഴുകുന്ന അത്രയും വെള്ളം നിൽക്കുന്നൊരു പുഴയാണ് ഈ ചാലിയാർ പുഴ. അപ്പം വീട്ടിലേക്കുള്ള വഴിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേനലായതുകൊണ്ട് തന്നെ മുളയിലുള്ള ഇലകളൊക്കെ താഴെ ചാടിയിട്ടുണ്ട്, മരത്തിലെ ഇലകളൊക്കെ പോയിട്ടുണ്ട്. ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു സമയം തന്നെയാണ് കേട്ടോ. സമയമല്ല, ഡ്രൈ ആയിട്ട് തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഒരു ചെറിയൊരു ഇടവഴി കണ്ടില്ല, ആ വഴി കൂടിയും എൻ്റെ വീട്ടിലേക്ക് പോവാം. പക്ഷെ കുറച്ച് ദൂരമുണ്ടത്. അപ്പോൾ നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മുണ്ടേരി എന്ന് പറയുന്ന അങ്ങാടി എത്തും കേട്ടോ. അപ്പോൾ അവിടെയാണ് അച്ഛന് കടയുണ്ട്. അച്ഛൻ്റെ കടയിൽ കയറി അച്ഛനെ കണ്ടിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് പോകാൻ. സാധാരണ ഞങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ എനിക്കെന്തൊരു ഭയങ്കര ഡിസ്റ്റൻസ് പോലെ തോന്നുന്നു. അച്ഛൻ എന്നല്ല, ഞങ്ങൾ അച്ചാച്ചൻ എന്നാണ് വിളിക്കുക. അച്ഛനെ ചെറുപ്പത്തിൽ അങ്ങനെ ശീലിച്ച് പോയി. അപ്പോൾ അച്ചാച്ചൻ്റെ കടയിൽ കയറിയിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ പോണ വഴിക്കുള്ള തെങ്ങും തോപ്പുകളും കവുങ്ങും തോപ്പുകളൊക്കെയാണ് ഇത് കാണുന്നത്. ഈ വഴിയൊക്കെ ഞങ്ങൾ നടന്ന് സ്കൂളിലേക്ക് പോയ വഴികളാണ് കേട്ടോ. ഇപ്പം പിന്നെ എല്ലാവർക്കും സ്കൂൾ ബസ്സുണ്ട്. തൊട്ടടുത്താണെന്നുണ്ടെങ്കിലും എല്ലാവരും സ്കൂൾ ബസ്സിലൊക്കെയാണ് കേട്ടോ പോവുക. പണ്ട് ഞങ്ങൾ ഒരുപാട് നടന്നിട്ടുള്ള വഴികളാണ് ഇതെല്ലാം. അപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ മുണ്ടേരി അങ്ങാടിയിൽ എൻ്റെ അച്ഛന് കടയുണ്ട്, കൂൾ ബാറാണ്. അപ്പം അച്ചാച്ചൻ്റെ കടയിൽ പോയി അവിടുന്ന് ഒരു വെള്ളമൊക്കെ കുടിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ ഞങ്ങൾ പോണത് എൻ്റെ അച്ഛൻ്റെ കടയിലേക്കാണ്. അവിടെ വന്നിട്ട് അവിടെ ചെന്നിട്ട് അച്ഛൻ്റെ കട കാണിക്കാം കേട്ടോ. അച്ഛൻ്റെ കട എന്ന് പറഞ്ഞാൽ ആ കടയിൽ നിന്നാണ് ഞങ്ങളെ മക്കളെ എല്ലാവരും പഠിപ്പിച്ചതും ഈ നിലയിലാക്കിയതും ഞങ്ങൾക്ക് വീട് വെച്ചതും സ്ഥലം വാങ്ങിയ എല്ലാം എൻ്റെ അച്ഛൻ്റെ ഒറ്റ ഒരാളുടെ അധ്വാനത്തിലുണ്ടായതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ റീൽസിലൊക്കെ കാണില്ലേ, ഒരു കുടുംബസ്വത്തോ ഒരു പിൻബലമോ ഒന്നുമില്ലാതെ തന്നെ സീറോയിൽ നിന്ന് അധ്വാനിച്ചുണ്ടാക്കി പട വെട്ടിപ്പൊരുതി എന്താ പറയുക സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കി എടുത്ത ആളെന്ന് പറയില്ല, അതേപോലെ ഒരാളാണ് എൻ്റെ അച്ചാച്ചന്. അത്രയും ഹാർഡ് വർക്കറാണ് കേട്ടോ. ഞങ്ങളെല്ലാവരെയും പഠിപ്പിച്ചൊരു നിലയിലാക്കിയതും വീടും എല്ലാം. അച്ചാച്ചനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നിർത്താൻ പറ്റത്തില്ല. അതൊക്കെ നമുക്ക് വേറെ വ്ളോഗിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അച്ചാച്ചൻ്റെ കടയിലെത്തി. ഞാൻ വേറെ വണ്ടിക്ക് വന്നതുകൊണ്ട് അച്ചാച്ചന് മനസ്സിലായില്ല കേട്ടോ. നമ്മുടെ വണ്ടിയിലല്ല വന്നത്, കാരണം വണ്ടി ഓടിക്കാൻ ഡ്രൈവർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലാലാച്ചേട്ടൻ്റെ അതേ ആ ബ്ലൂ കാറിലാട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. വരും എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഈ കാർ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കടയിലെത്തിയിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. പിന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വോയിസിന് ചെറിയ മാറ്റം ഉണ്ടാവേ. ജലദോഷം മാറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഗാഢമായിട്ടുള്ളൊരു വോയിസ് ആയിരിക്കും കേട്ടോ എൻ്റെ വരുന്നത്. അപ്പോൾ അച്ചാച്ചൻ്റെ കടയിൽ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് ചായയൊക്കെ കുടിച്ച് ഇതിന് എൻ്റെ വീട്ടിൽ പോവാണ്. പാലങ്ങനെ കയറി വരുമ്പോൾ ഒരു വലിയൊരു ക്രിസ്ത്യൻ ചർച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഈ നാട്ടിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നത് ഈ ചർച്ചിൻ്റെ സൈഡിൽ ഓരോരോ ഭാഗത്താണ്. ഇവിടെ നല്ല ചെടികളുണ്ട്, നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഏരിയാസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ നാട്ടിലുള്ള വലിയൊരു പള്ളിയാണിത്. ഈ പള്ളീൻ്റെ സൈഡിലുള്ള ഈ റോട്ടിൽ കൂടെ അങ്ങനെ പോയാൽ മതി എൻ്റെ വീട്ടിലേക്ക്. വീടെത്താനായിട്ടുണ്ട്. വീടിൻ്റെ മുന്നിൽ വലിയ റബ്ബർ തോട്ടമാണ് കേട്ടോ. ഒരു സൈഡ് മാത്രമാണ് വീടുകളുള്ളത്. അപ്പോൾ ഈ കാണുന്ന വൈറ്റ് പെയിൻ്റ് അടിച്ച വീടാണ് എൻ്റെ വീടെന്ന് പറയുന്നത്. അമ്മ അതവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അമ്മ ഇവിടെ ഓരോരോ പണിയിലായെന്ന് തോന്നുന്നത്. അപ്പോൾ ഇത് നിസ്താത്ത എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ്. ഫ്രണ്ടിൻ്റെ അമ്മ എന്ന് പറയാൻ പറ്റില്ല, ചെറുപ്പം മുതലേ ഉള്ള ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി പോലെ തന്നെയാണ് കേട്ടോ.
അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഇത് അച്ഛനും ലാലാചേട്ടനൊക്കെ മാംഗോ ജ്യൂസും ചക്കാടിയാണ് കേട്ടോ കഴിക്കുന്നത്. അമ്മ ഞങ്ങൾ വരും എന്ന് പറഞ്ഞിട്ട് മാംഗോ ജ്യൂസും ചക്കാടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ അതിൻ്റെയൊക്കെ ചെറിയൊരു വീഡിയോ എടുക്കുകയായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ചക്കടയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് ചക്കടയൊക്കെ കഴിക്കുന്നത് കേട്ടോ. വീട്ടിലെത്തിയിട്ട് നല്ല മലാവി ചക്ക കിട്ടാത്തതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാക്കി തിന്നലില്ല. അപ്പോൾ നാട്ടിലെത്തിയപ്പോൾ ചക്കയും ചക്കടയൊക്കെ കഴിക്കാൻ പറ്റി കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ട്, പിന്നെ ഒരു പാകത്തിന് മധുരമൊക്കെ ഇട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛനും ലാലാച്ചേട്ടനൊക്കെ എന്നെ അതായത് വീട്ടിലാക്കിയിട്ട് അവർ പോയി. അത് ഞാൻ പറഞ്ഞതല്ല, അച്ഛനൊക്കെ വാഴത്തോട്ടമുണ്ട്, അവർ കൃഷി ചെയ്യണതെന്ന്. അപ്പോൾ അത് നനയ്ക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവർ നേരത്തെ ഇറങ്ങി കേട്ടോ. അപ്പോൾ വിളക്ക് വെക്കുന്ന സമയമൊക്കെ ആയി, ഞാൻ ചക്കടയൊക്കെ തിന്ന് ഇവിടെ ഇരിക്കുകയാണ്. അച്ഛമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനും അച്ഛമ്മയും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അച്ഛമ്മ മലാവിത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞൊക്കെ അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വന്നപ്പോൾ ഷാജി കൊച്ചാരനേട്ടൻ്റെ അച്ഛൻ്റെ അനിയനൊരു വലിയ ചക്കേൻ്റെ കഷ്ണം തന്നിട്ടുണ്ടായിരുന്നേ. നല്ല ടേസ്റ്റുള്ള ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അച്ഛമ്മ അതിൻ്റെ ചോളയൊക്കെ പറിച്ച് തരികയാണ്. പിന്നെ അച്ഛമ്മ എന്ന് പറയുന്നത് ഞങ്ങളെ വീട്ടിലെ ആസ്ഥാന കുക്കാണ് കേട്ടോ. അതായത് എല്ലാ സ്പെഷ്യൽ ഫുഡുകളും ഉണ്ടാക്കുന്നത് അച്ഛമ്മയാണ്. വരും ദിവസങ്ങളിലൊക്കെ അച്ഛമ്മേൻ്റെ റെസിപ്പീസും കുക്കിങ്ങും ഒക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അമ്മ ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് അച്ഛമ്മയാണ് ഞങ്ങൾക്ക് ചിക്കൻ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി തരാറ് കേട്ടോ. പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. പണ്ട് ഞങ്ങൾക്ക് ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛമ്മയ്ക്ക് അത്യാവശ്യം നന്നായിട്ട്, അച്ഛമ്മയ്ക്കും അമ്മയ്ക്കും എല്ലാവർക്കും അത്യാവശ്യം നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് നല്ല വെള്ള അരിച്ചോറും മീൻ കറിയും മീൻ വറുത്തതൊക്കെയാണ്. ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ, മീനും മീൻ കറിയൊക്കെ. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇതാണ്. അച്ചാച്ചനും വന്നിട്ടുണ്ട് കടയൊക്കെ അടച്ച്. അച്ഛനൊരു 9 മണി 9:30 ആവും കേട്ടോ അച്ചാച്ചൻ കട അടച്ച് വരാൻ. അപ്പോൾ ഞാനും അമ്മയും അച്ചാച്ചൊക്കെ ഇരുന്ന് ചോറുണ്ടാണ്. അച്ഛമ്മ നേരത്തെ ചോറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറൊരു എപ്പിസോഡിൽ വരാൻ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ടാറ്റാ ബൈ ബൈ.